നമസ്കാരം. സീറോ എഫ് ഐ ആർ എന്ന് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് FIR. സീറോ FIR എന്ന് കേട്ടിട്ടുണ്ടോ? സീറോ FIR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങൾ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് ട്രെയിനിൽ വരികയാണെന്ന് വിചാരിക്കുക. ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് ട്രെയിനിൽ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലാർപേട്ട എന്ന് പറയുന്നൊരു സ്റ്റേഷൻ, അവിടെ എത്തിയപ്പോൾ ഒരു വ്യക്തി നിങ്ങളോട് മാല പിടിച്ചു പറിക്കുന്നത് പോലെ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പം നിങ്ങൾക്ക് അവിടെ ആ ഒരു ഇഷ്യൂ ഉണ്ടായി, എല്ലാവരും അയാളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ആ സ്റ്റേഷനിൽ ഇറങ്ങണം. ജോലാർപേട്ട സ്റ്റേഷനിൽ ഇറങ്ങണം. എന്തിനാണ്? RPF കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട്, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ, അല്ലേ? കാരണം പോലീസുകാർക്ക് പരാതിയില്ലെങ്കിൽ, വാദിയില്ലെങ്കിൽ പ്രതിയില്ല. അത് അന്നത്തെ അവസ്ഥ. അപ്പം സാധാരണ ഇങ്ങനെ ഒരു ക്രൈം കമ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ പാസഞ്ചേഴ്സ് അത് അവോയ്ഡ് ചെയ്ത് അവർക്ക് നാട്ടിലെത്താനേ നോക്കത്തുള്ളൂ. അങ്ങനെ ഒരുപാട് ക്രിമിനൽസ് നിയമത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞു വരുന്നത് സീറോ FIR എന്താണ്. അപ്പം നിങ്ങൾ നേരെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലോ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് FIR ഇടാൻ നിങ്ങൾ പരാതി കൊടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പോലീസുകാർ പണ്ട് എന്തു പറയുമായിരുന്നു? ഇത് ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ല, ഇത് ജോലാർപേട്ടയിൽ വെച്ച് നടന്നതല്ലേ, അപ്പോൾ അവിടെയാണ് നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്കിനി ജോലാർപേട്ടയിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇപ്പോൾ പുതിയൊരു നിയമമുണ്ട്, സീറോ FIR. അതായത് പരാതി കൊടുക്കുമ്പോഴത്തേക്ക് ആ സ്റ്റേഷനിലെ SHOയ്ക്ക് ഇത് ഇവിടെയല്ല എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല. കാരണം ഇന്ത്യയിൽ ഏത് സ്റ്റേഷനിൽ വേണോ നമുക്ക് പരാതി കൊടുക്കാം. എവിടത്തേക്ക്? ഏത് സ്റ്റേഷനിലോട്ട് വേണമെങ്കിലും. അതായത് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഡൽഹി പഹാർഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൽഹി പോലീസിൽ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതിയാവും. അത് ആ പോലീസുകാർ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും. ഏത്? ഈ FIR ട്രാൻസ്ഫർ ചെയ്യും, പരാതി ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ ആവുന്നുണ്ട്? എന്നിട്ട് അവിടെ അവർ FIR ഇട്ട് കേസ് പ്രൊസീഡ് ചെയ്യും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും, ഏത് പോലീസ് സ്റ്റേഷനിലോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം? പരാതി ഫയൽ ചെയ്യാം. ഇതിനെ പറയുന്ന പേരാണ് സീറോ FIR. ഉദാഹരണത്തിന് സമീപകാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ കക്ഷിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ, തിരുവനന്തപുരത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, പോയി ഞാൻ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ SHO എന്നോട് പറയുകയാണ്, സാർ ഇത് ഇവിടെയല്ല ഫയൽ ചെയ്യേണ്ടത്, ശരിക്കും ഈ നിങ്ങൾക്ക് കൊടുക്കേണ്ട ജൂറിസ്ഡിക്ഷൻ കൊല്ലം പോലീസ് സ്റ്റേഷനല്ലേ, അപ്പോൾ കൊല്ലത്ത് വേണ്ടേ കൊടുക്കാൻ എന്ന് ആര് പറയുന്നു? ആ സ്റ്റേഷൻ്റെ SHO പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിന് ഇത് മുഴുവൻ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. കാരണം പലർക്കെങ്കിലും അറിഞ്ഞുകൂടാ, പല പോലീസ് ഉദ്യോഗസ്ഥർക്കും സീറോ FIRനെ കുറിച്ച് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ആ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കക്ഷിയോട് പറയുകയാണ്, നിങ്ങളൊരു പോലീസിൽ തുണ എന്ന് പറയുന്നൊരു സൈറ്റുണ്ട് പോലീസിൻ്റെ, അതിൽ കൂടെ കമ്മീഷണറിനോ SPക്കോ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? കേസ് പരാതി പറയണം, പരാതി കൊടുക്കണം. കൊടുത്തിട്ട് അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഏത് സ്റ്റേഷനിലോട്ടാണോ ആ സ്റ്റേഷനിലോട്ട് ഇമെയിലും കൂടെ അറ്റാച്ച് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ഞാനവിടെ പോയപ്പോൾ ആ SHO പറയുകയാണ്, ഇത് ഇവിടെ എടുക്കാൻ പറ്റില്ല. ഈ ചർച്ച നടന്നു. അപ്പം അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. ഉടനെ റൈറ്ററുണ്ട്, എല്ലാ പോലീസ് സ്റ്റേഷനിലും റൈറ്ററുണ്ട്. റൈറ്റർ ഓടിക്കൊണ്ടുവരികയാണ്, ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട്. സാർ എന്താണ്? പ്രിൻ്റ് ഔട്ട് കൊടുത്തു. എന്താണ്? ഞാൻ കൊടുത്ത പരാതിയുടെ പ്രിൻ്റ് ഔട്ടാണ്. അയ്യോ, ഇത് ഡിജിറ്റൽ എവിഡൻസ് ആണല്ലോ എന്ന് പറഞ്ഞ് ആ സ്റ്റേഷനിലെ SHO ആ പരാതി അവിടെ സ്വീകരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ സീറോ FIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും, ഏത് സ്റ്റേഷനിലേക്കും റെഫർ ചെയ്യാനുള്ള പരാതി നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത്, കേരളത്തിൽ മാത്രമല്ല, ഫയൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിത് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് സീറോ FIR.